പിന്നെ അതൊക്കെ ദൈവത്തിന് ഞാൻ വിടുന്നു. എനിക്ക് അവരോടൊന്നും ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടെല്ലാം ദൈവത്തിന് വിടുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ അടക്കി ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ക്യാമറയുടെ മുന്നിൽ വരാനുള്ള കാരണം എൻ്റെ മോൻ്റെ ജീവൻ അപകടത്തിലാണ്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ എന്തോ ഫേസ്ബുക്കിൽ കൊടുത്തു എന്നും പറഞ്ഞ് ഇവൻ BJP ആണെന്ന് പറഞ്ഞ് അവിടുത്തെ സൂപ്രണ്ട് കുനിച്ച് നിർത്തി ഇടിച്ചു. അല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ കോൺഗ്രസ്സാണ്. ഞങ്ങൾ BJP ഒന്നും ആയിട്ട് അല്ല. പക്ഷെ അതല്ല, അവ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അവനെ BJP ആക്കി. എൻ്റെ മോനെ വീണ്ടും അഡ്വക്കേറ്റ് വരുന്നില്ല, ഞാൻ അങ്ങ് വീണുപോയി വെന്റിലേറ്ററിൽ. അപ്പം മോനെ ശിക്ഷിക്കുമ്പോൾ ഞാൻ അറിയുന്നേ ഇല്ല. വെന്റിലേറ്ററിൽ ICUലൊക്കെയാണ്. ഇത് വേറെ ഒരാൾക്കും ഇങ്ങനെ വരരുത്. എല്ലാവരിലും എത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം എന്നെ. ഞാനിത് 68 വയസ്സായ വിഡോയായ ഒരമ്മയാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. അതായത് ഇപ്പോൾ അരുണിൻ്റെ ജീവൻ അപകടമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, അയ്യോ 100%. അതുകൊണ്ട് പേടിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന. അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടില്ലല്ലോ. ഞാൻ മാത്രമേ ഉള്ളൂ അവൻ്റെ കാര്യം നോക്കാൻ. അപ്പോഴും ഭീഷണി ഉണ്ടെങ്കിലും ഞാനിപ്പോൾ വന്നത് അവനെ അവിടെ ഇട്ട് കൊന്നുകളയും. നമസ്കാരം. കുറ്റവാളികൾക്ക് പോലും മനുഷ്യാവകാശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2019 മാർച്ച് 28 അന്നാണ് തൊടുപുഴയിൽ അമ്മയുടെ ആൺ സുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായി ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഈ വിഷയം മാധ്യമങ്ങളും പൊതുസമൂഹവും ഏറ്റെടുത്തു. 3-ാം ദിവസം ഈ കുഞ്ഞ് മരണമടഞ്ഞു. അമ്മയുടെ ആൺ സുഹൃത്തായ അരുൺ ആനന്ദ് ആ ദിവസം മുതൽ ജയിലിലാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ അമ്മയാകട്ടെ പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഈ അമ്മയെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യുകയും അന്നേ ദിവസം ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ ജയിലിൽ തൻ്റെ മകൻ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നേരിടുന്നതെന്നും അവൻ്റെ ജീവന് പോലും ജയിലിനുള്ളിൽ ആപത്താണ് എന്നുമാണ് അരുൺ ആനന്ദിൻ്റെ അമ്മ പുഷ്പ ആനന്ദ് ആരോപിക്കുന്നത്. അവർക്ക് കുറച്ചു കാര്യങ്ങൾ സമൂഹത്തോട് തുറന്ന് ബോധ്യപ്പെടുത്താനുണ്ട്. നമസ്കാരം. 2019 മാർച്ച് 28 ഈ സംഭവം നടക്കുന്നത്. അരുണുമായി അമ്മയ്ക്ക് ബന്ധമില്ലായിരുന്നു ആ സമയത്ത്? ബന്ധമില്ലായിരുന്നു. എന്ന് തൊട്ടാണ് മകനുമായി അകന്നത്? ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ ഇത് അറിയുന്നത് തന്നെ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഈ കുട്ടിയുടെ അപ്പൂപ്പൻ ND ബാബു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ട് എൻ്റെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരിട്ട് എൻ്റെ അണ്ണനെ വിളിച്ചു. ND ബാബു മൂത്ത ബ്രദറാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണ എന്താ ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞു, ഇങ്ങനെ അരുൺ കാറുമായിട്ട് വീട്ടിൽ വന്നു. അവളോടും പിള്ളേരോടും ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. അവൾ പിള്ളേരെയും കൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പം പറഞ്ഞു, അണ്ണനോടും നാത്തോനോടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, എനിക്കൊരു ആൺതുണ വേണം, അതുകൊണ്ട് അരുണിൻ്റെ കൂടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയെന്ന് എൻ്റെ അണ്ണനാണ് എന്നോട് പറഞ്ഞത്. ബിജു മരിച്ച് എത്ര ദിവസമായിട്ടുണ്ടാകും? ഒരു 40 ദിവസമൊക്കെ ആയിരിക്കും. ഈ 40 ദിവസത്തിനുള്ളിൽ അരുൺ ആനന്ദിനോടൊപ്പം ഈ അഞ്ജന ഇറങ്ങിപ്പോകണമെങ്കിൽ അവർ തമ്മിൽ മുമ്പ് ബന്ധമുണ്ടായിരുന്നിട്ടുണ്ടോ? ഇല്ല, മുമ്പ് ബന്ധമൊന്നുമില്ല. കാര്യം അരുൺ കണ്ടിട്ട് പോലുമില്ല. അല്ല, ഈ അഞ്ജന കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊഴി അനുസരിച്ച് പറയുന്നത് അരുൺ ആനന്ദിനെ ആദ്യമായി കാണുന്നത് തന്നെ ബിജു മരണപ്പെട്ടതിനു ശേഷമാണ് എന്നാണ്. അത് അഞ്ജന കൊടുത്തിരിക്കുന്ന മൊഴി തന്നെയാണ്. പക്ഷേ മാധ്യമങ്ങളിലൂടെയും മറ്റും പുറം ലോകം അറിഞ്ഞത് ഇവർ തമ്മിൽ മുമ്പും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? കാരണം അവളെ കണ്ടിട്ടേ ഇല്ല. ഇവരുടെ ബിജുവിൻ്റെ കല്യാണത്തിന് ഞാനും അരുണിൻ്റെ വൈഫും കുട്ടിയും കൂടെ പോയത്. അരുൺ അപ്പം ബാംഗ്ലൂരായിരുന്നു. അരുൺ വിവാഹമോചിതനാണ്. അതിപ്പോൾ വിവാഹമോചിതനായിരുന്നു. കല്യാണ സമയത്ത് ഞാനും എൻ്റെ മരുമോളും കുട്ടിയും കൂടെയാണ് ബിജുവിൻ്റെ കല്യാണത്തിന് പോയത്. അപ്പോൾ അങ്ങനെ ഇവളെ കണ്ടിട്ടേ ഇല്ല അരുൺ. അപ്പോൾ മരിച്ച് വീട്ടിൽ വന്നപ്പോൾ അറിഞ്ഞപ്പോഴത്തേക്ക് ബിജുവും അരുണുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചൊന്ന് തെറ്റിയെങ്കിലും പിന്നെ അവർ തമ്മിൽ വലിയ കൂട്ടാണ്. അപ്പം ഞാൻ മനഃപൂർവ്വം മോനോട് പറഞ്ഞില്ല മരിച്ചു എന്ന്. അവന് ഷോക്കാവും, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബിജു മരിച്ച വിവരം അരുൺ അറിഞ്ഞില്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവൻ കിംസിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല. എന്തായിരുന്നു അസുഖം അരുണിന്? അവന് പാങ്ക്രിയാറ്റിക് ഡിസീസാണ്. 2013 മുതൽ 18 വരെ
തുടർച്ചയായിട്ട് ട്രീറ്റ്മെൻറ്റാണ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരാഴ്ച മുമ്പ് ആയില്ല. അപ്പോൾ അവനത് ഷോക്കാവും, അവൻ മദ്യപിക്കുമെന്നൊക്കെ പേടിച്ചാണ് ഞാൻ അവനോട് പറയാത്തത്. പക്ഷെ അവൻ എങ്ങനെയോ അറിഞ്ഞു. അമ്മ എന്നെ വിളിച്ച് ഷോക്കായിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ബിജു മരിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം അവൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞിടേ ഞാൻ പോവും അധികം താമസമില്ലാതെ എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ടിപ്പോൾ അവനാണല്ലോ പോയതെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ സിസ്റ്ററുമായി പോയപ്പോഴാണ് അറിയുന്നത് മരിച്ച എൻ്റെ അന്ന്. കാരണം തൊടുപുഴയിൽ നിന്ന് കൊണ്ടുവന്നത് പിറ്റേ രാത്രിയാണ്. ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ രാവിലെ പോയ. അപ്പം നാത്തൂൻ എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി മൊത്തം മഴയത്ത് ആരോണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ കയറാൻ പറഞ്ഞിട്ട് കയറാണ്ട് അവിടെ തന്നെ നനഞ്ഞുകൊണ്ട് നിന്നു. അവനാ വന്ന് ഡെഡ് ബോഡി കണ്ടിട്ടാണ് പോയതെന്ന്. അതായത് ബിജുവിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബിജുവിന്റെ വീട്ടിൽ അരുൺ എത്തിയിരുന്നു. അരുൺ വീട്ടിനകത്തേക്ക് കയറാതെ അവിടെ മഴ നനഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. അവൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം ഞാനും എൻ്റെ സിസ്റ്ററും ഡെഡ് ബോഡി കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളവിടെ പോയി നാത്തൂൻ്റെ വീട്ടിൽ. അങ്ങനെ കണ്ടു. അതിനുശേഷം അപ്പോൾ ഈ കുട്ടി ഞാൻ 40 വയസ്സിൽ വിധവയായ സ്ത്രീയാണ്. അപ്പോൾ ഈ കുട്ടിയോട് എനിക്ക് എന്നെക്കാളും ചെറിയ കുട്ടി സഹതാപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ മേടിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം രാത്രി ആവാറായപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും പോന്നു. അവർ എന്നും പോകുമായിരുന്നു. പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേക്ക് നാത്തൂർ എന്നോട് പറഞ്ഞു ആരും ഇവിടെ വന്നിരുന്നു. മുകളിലത്തെ നില അവരുടെ ഒഴിഞ്ഞു കിടക്കുക. മകളുണ്ടായിരുന്നപ്പോൾ അവിടെ താമസിക്കുമായിരുന്നു. മകൾ സൗദിയിലായിരുന്നു. അപ്പം അവിടെ പോയിരുന്ന് മണിക്കൂറോളം അവിടെ ഒരു സംസാരിച്ചു. അത് അവൾ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു എന്ന് അമ്മ അരുണിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ല റിലീഫ് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അതൊരു നല്ല കാര്യമായിട്ടാണ് എടുത്തത്. വേറൊരു മോശം ചിന്താഗതി ഞങ്ങൾക്ക് ആർക്കുമില്ല. പിന്നെ ഞാൻ പിന്നെ വീട്ടിൽ ഞാൻ ആനേറെ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഫുഡൊക്കെ കഞ്ഞിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, ചോറായില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നിട്ട് അവിടെ വീട്ടിൽ വിളിച്ച് വരുത്തി. അപ്പോൾ അവിടെ ആയിരുന്നു പിന്നെ ആനേറ. അപ്പം ഞാൻ ഇവന് സ്ഥിരം ഫോൺ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം ഇതുപോലെ ഇവൻ വല്ലാണ്ട് ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയിടാന്ന് പറഞ്ഞു. അഞ്ജന ബിജുവിൻ്റെ വീട്ടിലാണ്. ബിജുവിൻ്റെ കസിൻസ് ആൺപിള്ളേർ രാത്രിയാകുമ്പം അവൻ ഡയറക്റ്റ് വിളിച്ച് അവൾ ഫോൺ എടുക്കില്ല. അപ്പം അവരുടെ ഭാര്യയുടെ ഫോണിൽ രാത്രി വിളിച്ചിട്ട് അല്ലാണ്ട് ശല്യം ചെയ്യുന്നു. ആരാണ്? അവിടെ നാത്തൂൻ്റെ സഹോദരൻ്റെ മോനും ഭാര്യ അവിടെ താമസമുണ്ട്. മകന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്. ഞാൻ മരിക്കുന്നവരെന്തായാലും ശ്രദ്ധിക്കുമല്ലോ. അഞ്ജനയുടെ കാമുകൻ എന്ന് പറയുന്ന അരുൺ അമ്മയുടെ മകൻ അരുണല്ല, മറിച്ച് മറ്റൊരു അരുണാണ് എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു. അതെന്താണ്? അത് ബിജു മരിച്ചതിന് ശേഷമാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അത് എനിക്കും അറിയാം, എൻ്റെ ബന്ധുക്കൾക്കും അറിയാം. കാരണം അവൻ്റെ കസിൻസ് കല്യാണത്തിനും ഉണ്ടായിരുന്നല്ലോ. അപ്പം അവരെന്നോട് പറഞ്ഞു കുഞ്ഞമ്മ ഇങ്ങനെ അരുൺ നേറ്റിങ്ങനെയുള്ള അരുൺ അവിടെ തൊടുപുഴ അവരെ വീട്ടിൽ ചെന്ന് നിൽക്കുകയും വഴക്കുണ്ടാവുകയും ബിജു ഇവളെ അത് പറഞ്ഞിട്ട് അവനെ വിരട്ടി ഓടിച്ചിട്ട് ഇവൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു. ബിജുവിന് അത് ഭയങ്കര സംശയം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വരെ കാര്യമൊന്നും അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ അരുണിനോടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് മറ്റേ അരുണിനെ പറ്റി അറിയുന്നത്. ഇങ്ങനെ നേരത്തെ അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന് വന്നു. അപ്പം കാമുകനായ അരുൺ വേറൊരാളാണ്. അതായത് മാധ്യമങ്ങളിലൂടെയും മറ്റും അഞ്ജനയുടെ കാമുകൻ എന്ന് പറയുന്ന അരുൺ അമ്മയുടെ മകനല്ല, അരുൺ ആനന്ദല്ല, ബിജുവിന്റെ ബന്ധുവായ മറ്റൊരു അരുണാണെന്നാണ് അമ്മ പറയുന്നത്. അതെ, കാരണം എന്നോട് എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ പറഞ്ഞതാ. അവിടെ അരങ്ങപോണ എല്ലാവർക്കും അറിയാം. ബിജു അവനെ അടിയൊക്കെ കൊടുത്ത് ഓടിച്ചത് മനസ്സിലായോ? കാരണം അരുൺ ഇവിടെ പരിചയപ്പെടുന്ന മരിച്ചതിന് ശേഷമല്ലേ മോനെ. പിന്നെ ഇനിയിപ്പോൾ അതെന്താ പറയാന്. പിന്നെ അതിനുശേഷം ഈ 2019 മാർച്ച് 28 മാധ്യമങ്ങളിലൂടെ ആയിരിക്കണം അമ്മ അറിഞ്ഞത് അല്ലേ, ഈ വിവരം അറിയുന്നത്. അപ്പോൾ പിന്നീട് എന്താണ് ഉണ്ടായത്? അരുണിനെതിരെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തത്? എന്തൊക്കെ ആണ് നടപടിക്രമങ്ങൾ ഉണ്ടായതെന്ന് പറയാം. ഞാൻ മോനെ പോയി കണ്ടു അങ്ങനെ അഡ്വ അപ്പോഴത്തേക്കാണ് FIR അതൊക്കെ കിട്ടി. 28/3 302 കേസ്
അവന് ചാർജ് ചെയ്യുന്നത്. അതായത് ഈ കുട്ടി മരണപ്പെട്ടതിനു ശേഷമാണ് കൊലക്കുറ്റം കൂടി അരുണിന്റെ പേരിൽ ആരോപിക്കുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് 28/3. അത് അഞ്ജന പ്രതിയാണോ? അഞ്ജന ആദ്യം പ്രതിയല്ലായിരുന്നു, പിന്നെ അറസ്റ്റ് ചെയ്ത് 2ാം പ്രതിയാക്കി. ശരി. ആദ്യം അവൻ മാത്രമായിരുന്നു. പബ്ലിക്കൊക്കെ ഇടപെട്ടിട്ടാണ് അവളെയും കൂടെ സെക്കൻഡ് അക്യൂസ്ഡ് ആക്കി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 28/3 അപ്പോൾ അതിൻ്റെ കേസ് വന്നിട്ട് അപ്പോൾ എന്നിട്ട് 31/3 വേറൊരു കേസ് കൂടെ കൊണ്ടുവന്നു, ഒരു പോക്സോ കേസ്. അതായത് ഈ മരണപ്പെട്ട് 2 ദിവസത്തിന് ശേഷം അവനെ ജയിലില്ല, അവനെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അത് കഴിഞ്ഞിട്ട് കുട്ടി അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു. അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അവരുടെ അമ്മ, അഞ്ജനയുടെ അമ്മ അവിടെ അവരുടെ നാട്ടിൽ തൊടുപുഴയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 31-ാം തീയതി പുതിയൊരു കേസ് കൂടെ ചാർജ് ചെയ്തു, പോക്സോ കേസ്. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ എന്തോ മാന്ദ്യൻ്റെ എന്തോന്നോ പാടുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇളയ കുട്ടിയുടെ. അപ്പോൾ അത് അവരുടെ കൂടെ ആയിരുന്നു കുട്ടി. അതായത് അരുൺ 28-ാം തീയതി തന്നെ ജയിലിലാകുന്നു. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം 31-ാം തീയതിയാണ് അരുണിനെതിരെ പോക്സോ കേസ് ചാർജ് ചെയ്യുന്നത്. ഈ 3 ദിവസവും കുട്ടി അഞ്ജനയുടെ അമ്മയുടെ സംരക്ഷണയിലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്, അല്ലേ? അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ ഇവനെ അകത്താക്കി. പിന്നെ ഈ കുട്ടി അവളും അമ്മയുടെ സംരക്ഷണയിലായിരുന്നു. അപ്പോൾ അവിടെ തൊടുപുഴ എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എൻ്റെ അണ്ണൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാതെ. ആരാണ് ഈ കേസ് ചാർജ് ചെയ്തത്? അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡ്. അഭിലാഷ് ഡേവിഡ് അല്ലേ ഇപ്പോ സർവീസിൽ നിന്ന്? ട്രിവാൻഡ്രത്ത് വന്നിട്ട് ടെർമിനേഷനായി. ഇപ്പോൾ SHO ആയിരുന്നു അവിടെ. അയാൾ ഈ കേസൊക്കെ ചാർജ് ചെയ്യുന്ന ഉടനെ അയാൾക്ക് ട്രാൻസ്ഫർ കൊടുത്തു ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അയാളിപ്പോൾ ടെർമിനേറ്റ്. അയാളുണ്ടാക്കിയ കേസിനൊക്കെ എന്ത് വാലിഡിറ്റിയാ മോനെ. ഗുണ്ട കൊട്ടേഷൻ മാഫിയയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഈ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ തന്നെ ഇല്ല. ആ ഉദ്യോഗസ്ഥനാണ് അരുൺ ആനന്ദിനെതിരെ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്നും അന്വേഷിച്ചതെന്നും അതിൽ അവിശ്വാസ്യതയുണ്ടെന്നുമാണ് അമ്മ പറയുന്നത്, അല്ലേ? അതെ, കാരണം മോന് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പം ഈ കേസിൻ്റെ അഡ്വക്കേറ്റ് അല്ലേ പഠിച്ചതൊക്കെ. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അവൻ ഹൈക്കോടതിയിൽ നിന്നെല്ലാം. അരുൺ എവിടെയാണ് പഠിച്ചത്? അവൻ കേന്ദ്രീയ വിദ്യാലയം. ആ സമയത്ത് മലയാളം ഇല്ല, വിഷയമില്ല. വീട്ടിൽ ഞാൻ പഠിപ്പിക്കാൻ നോക്കി, പക്ഷേ അവൻ പഠിച്ചില്ല. അതിന് മലയാളം വായിക്കാനെന്ന് പറഞ്ഞൂടാ, പറയാനൊക്കെ അറിയാം, സംസാരിക്കാനും പറയാനോ വായിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പം അവൻ 2022 ഇതിന് ശിക്ഷിച്ചു. ഈ പോക്സോ കേസിൽ ശിക്ഷിച്ചു 2022. ശിക്ഷിച്ചതിന് ശേഷം എത്ര വർഷത്തേക്കായിരുന്നു ശിക്ഷ? 15 years. അപ്പോൾ അപ്പോഴത്തേക്ക് ഈ കേസ് അവനൊരു സംശയം തോന്നിയിട്ട്, കാരണം അവൻ്റെ ഫൈനൽ ഹിയറിങ്ങിന് നമ്മുടെ അഡ്വക്കേറ്റ് വന്നില്ല. അങ്ങനെയാണ് അവൻ കേസ് തോക്കുന്നത്. അതെന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് വരാത്തത്? അത് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് തന്നെ കോടതിയിലൊന്നും വരുന്നില്ല. മോളെ കല്യാണം, എൻഗേജ്മെൻറ്റ്, കല്യാണം എന്നൊക്കെ ഞാൻ ഏൽപ്പിച്ച സാറിനെ വിളിച്ചൊക്കെ പരാതിപ്പെടുമായിരുന്നു. അരുൺ പറഞ്ഞു, അമ്മ ഇത് കേസ് വേറെ വഴിക്ക് പോകുന്നുണ്ട്, അമ്മ ശ്രദ്ധിക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ അവൻ്റെ കാര്യം നോക്കാൻ. ഞാൻ അപ്പോൾ എറണാകുളത്ത് പോയി അഡ്വക്കേറ്റിനെ കണ്ടു. അന്ന് കാണാനിരുന്നതാണ്. അപ്പോൾ ഞാൻ മെയിൻ അഡ്വക്കേറ്റിനോട് പറഞ്ഞു, സാറേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് നമ്മുടെ കേസ് നോക്കുന്ന അഡ്വക്കേറ്റിനെ കാണണം. ആ പുഷ്പ വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ മൂത്ത മോൻ്റെ വീട്ടിൽ എറണാകുളത്താണ്, കാക്കനാട് അവിടെ. അപ്പോൾ ഉച്ചയ്ക്കാണ് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഞാൻ ഊബറോ വിളിച്ച് പോവും. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു, മെയിൻ അഡ്വക്കേറ്റിനെ. അപ്പോൾ പറഞ്ഞു, അയ്യോ പുഷ്പ, ഇന്ന ആള് തലശ്ശേരി എന്തോ ഒരു കേസുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിരുന്നു. അതായത് ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാനുള്ള ദിവസം ആ അഡ്വക്കേറ്റ്, നിങ്ങൾ വക്കാലത്ത് കൊടുത്ത അഡ്വക്കേറ്റ് ഹാജരാകാതെ അയാൾ മറ്റൊരു കേസിന് പോയി എന്നാണ് അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്നുണ്ടായ വിശദീകരണം. അതല്ല, എനിക്ക് കാണാനായിരുന്നേ. ഈ കുറെ നാളായിട്ട് കേസിന് വരുന്നില്ല സാറ്, തൊടുപുഴ കോടതി വരുന്നില്ല. അതുകൊണ്ട് സാറിന് വരുത്തണം സാറേ, അതുകൊണ്ടന്ന് നേരിട്ട് കണ്ട് പറയാനാ പോയത്. കാരണം ഇതിന് സംശയം എനിക്ക് മോനും ഉണ്ടായി എന്ത് പറ്റുന്നെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ എറണാകുളത്ത് പോയത്. അപ്പം അങ്ങനെ ഈ സാറ് പോയി എന്ന് പറഞ്ഞപ്പം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ലാസ്റ്റ് 35 years ആയിട്ട് എനിക്ക് ആസ്മയുള്ളതാണ്. പക്ഷേ ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നോബഡി നോസ് അബൌട്ട് ഇറ്റ്.
തീരെ വയ്യാണ്ടാകുമ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കും, മരുന്ന് കഴിക്കും. പിന്നെ ഫ്രഷായിട്ട് കാർ ഓടി ചെല്ലുമ്പോൾ ആർക്കും എനിക്കിങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അറിയില്ല. അപ്പം ഞാൻ അത് പറഞ്ഞാറുമില്ല. എൻ്റെ കുടുംബത്തിനും എൻ്റെ ഹസ്ബൻഡിനും ഇതറിയാവോ. അപ്പോൾ അത് പ്രോമിനൻ്റ് അല്ലായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായിപ്പോയി, അങ്ങനെ അവിടെ ഇല്ലെന്നുള്ളത്. ഞാൻ മയങ്ങി വീണു. അടുത്ത വീട്ടുകാർ സെർവൻ്റ് എല്ലാവരും കൂടെ എന്നെ അടുത്തുള്ള സൺറൈസ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് പെട്ടെന്ന് കൊണ്ടുപോയി. അപ്പോൾ വെൻറ്റിലേറ്ററിലായിപ്പോയി. വെൻറ്റിലേറ്ററിൽ ഇതൊക്കെ കുത്തി ഇറങ്ങിയ ശബ്ദം പോയത്. അത് ശരി. ഈ ശബ്ദം ഇപ്പോൾ ഇങ്ങനെ ആയത് വെന്റിലേറ്റർ ഇറക്കിയപ്പോൾ അവർ ജീവൻ രക്ഷിക്കാൻ നോക്കിയതാ, അവരെ കുറ്റം പറയണ്ടല്ലോ. എന്നിട്ട് എൻ്റെ മൂത്ത മോൻ ഡൽഹിയിലായിരുന്നു. 2 ദിവസം വെന്റിലേറ്റർ, 2 ദിവസം ICU ഒക്കെ കിടന്നതിന് ശേഷം അവൻ വന്നത്. അവൻ ആർമിയിലായിരുന്നു, അവനൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. പിന്നീട് അരുണിനെ ഈ പോക്സോ കേസിൽ ശിക്ഷിച്ചു. അത് ഈ ഷോക്കായിപ്പോയി എനിക്ക്. അഡ്വക്കേറ്റ് വരുന്നില്ല. അതിന് എന്ത് വാക്ക് പറയണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. 4 ലക്ഷങ്ങൾ ഞാൻ കൊണ്ട് കൊടുത്തതാണ് അഡ്വക്കേറ്റിന്. പിന്നെ എൻ്റെ നന്ദം അവിടെ ആനേറുള്ള ഞാൻ റിട്ടയർ ചെയ്തിട്ടൊരു ചെറിയ ഫ്ലാറ്റ് മേടിച്ചു 35 ലാക്സിന്. അത് 25 ലാക്സിന് വിറ്റിട്ടാണ് ഞാൻ ഇവർക്ക് ഫീസൊക്കെ കൊണ്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ എനിക്ക് ഷോക്ക് വരുമോ ഇല്ലയെന്ന് നോക്കിയേ. എൻ്റെ മോനെ വീണ്ടും അഡ്വക്കേറ്റ് വരുന്നില്ല. ഞാൻ അങ്ങ് വീണുപോയി വെന്റിലേറ്ററിൽ. അപ്പം മോനെ ശിക്ഷിക്കുമ്പോൾ ഞാൻ അറിയുന്നേ ഇല്ല. വെന്റിലേറ്ററിൽ ICUലൊക്കെയാണ്. ഇത് വേറെ ഒരാൾക്കും ഇങ്ങനെ വരരുത്. ആളില്ലാണ്ട് പറ്റിയതാണ്. ചോദിക്കുക ആണുങ്ങളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനിങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഞാൻ വെന്റിലേറ്ററിൽ ICUലൊക്കെ ആയിരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ഫൈനൽ ഹിയറിങ്ങിന് വരാതിരിക്കുമ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. എൻ്റെ വീട് വിറ്റ് ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തതാണ്. പിന്നെ അതൊക്കെ ദൈവത്തിന് ഞാൻ വിടുന്നു. എനിക്ക് അവരോടൊന്നും ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടെല്ലാം ദൈവത്തിന് വിടുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ അടക്കി ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ക്യാമറയുടെ മുന്നിൽ വരാനുള്ള കാരണം എൻ്റെ മോൻ്റെ ജീവൻ അപകടത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? അവൻ ജയിൽ ട്രാൻസ്ഫറിന് ചോദിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. എന്തിനാണ് ജയിൽ ട്രാൻസ്ഫർ ആവശ്യപ്പെടുന്നത്? അവനെ നിരന്തരം ശല്യം ചെയ്ത് ഒന്നേ അവിടുത്തെ ഗുണ്ടകൾ അല്ലെങ്കിൽ ഒഫീഷ്യൽസ്. ഇപ്പോൾ ഏത് ജയിലിലാണ് മകനുള്ളത്? സെൻട്രൽ ജയിൽ പൂജപ്പുര. അത് നേരത്തെ 2019 മുട്ടത്തായിരിക്കുമ്പോൾ തന്നെ കോടതി ഓർഡറോടായ മെഡിക്കൽ കോളേജിൽ അവനെ കൊണ്ടുവന്നില്ല. അവിടെ ചോദിച്ചോട്ടെ, അതായത് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട അരുണിനെ ഏത് ജയിലിലേക്കാണ് മാറ്റിയത്? മുട്ടം ജയിലിലേക്കാണ്? മുട്ടം അല്ല. അപ്പോഴത്തേക്ക് അതിന് മുമ്പ് അവന്, അതാ ഞാൻ പറഞ്ഞു വന്നേ, അവന് പാൻക്രിയാറ്റിക് അസുഖമുണ്ട്. അപ്പം ഞാൻ കിംസിലെ റിപ്പോർട്ടൊക്കെ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. ഒറിജിനലൊക്കെ അരുണിൻ്റെ കയ്യിലായിരുന്നു. അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കോടതി, തൊടുപുഴ കോടതി തന്നെ ഡയറക്റ്റായിട്ട് കിംസിന്ന് അവൻ്റെ റിപ്പോർട്ട് വരുത്തി. അതിൽ ഞാനും കോപ്പി എടുത്തു. അത് സെൻട്രൽ ജയിലിൽ കൊടുത്തിട്ട് അവിടെ ആക്കി. കോടതി മുഖാന്തരം അവനെ ശിക്ഷിച്ചില്ല, ശിക്ഷ ആയില്ലല്ലോ. അവിടെ സെൻട്രൽ ജയിൽ പൂജപ്പുര ആക്കിയത് ട്രീറ്റ്മെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയാണ്. പിന്നെ 22-ലല്ലേ ശിക്ഷിക്കുന്നേ. അപ്പോൾ ഒക്കെ അവന് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നു. അവനൊരു സർജറി 2022 ഈ പോക്സോ കേസിൻ്റെ വിധി വരുന്നത്. വിധി വന്നതിന് ശേഷം അവന് ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്നും കിട്ടുന്നില്ല. 2 കൊല്ലത്തോളം ഞാൻ എഴുതുകയും സൂപ്രണ്ടിന് എഴുതുക, DGPക്ക് എഴുതുക, ചീഫ് മിനിസ്റ്റർക്ക് എഴുതുക, മനുഷ്യാവകാശ കമ്മീഷന് എല്ലാം കൊടുത്തോണ്ടിരുന്നു. അവന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന്. ഇവർ കൊണ്ടുപോകും മോനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് വെറുതെ ബുക്കിൽ എൻട്രി ചെയ്തിട്ടേക്ക് കൊണ്ടുവരും. നോ സ്കാനിങ്, നോ ചെക്കിങ്. കാരണം ഇവന് പാൻക്രിയാറ്റ് ഇതുള്ളതല്ലേ, പാൻക്രിയാറ്റിക് ഇത് സ്കാൻ സ്റ്റെന്തൊക്കെ വെച്ചിരിക്കുക. അതിൻ്റെ സ്ഥിതി എന്തായെന്ന് അത് അവിടെ കൊണ്ടുവന്ന് ഇവിടെ മെഡിക്കൽ കോളേജ് ആദ്യത്തെ സമയം അത് ഇടയ്ക്ക് നോക്കണം. ഒന്നും നടത്തുന്നില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഷോഫിന് കൊണ്ടുപോയി അവിടുത്തെ ബുക്കിൽ ചേർക്കും, തിരിച്ചും കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ എന്തിന് ഞാൻ അവിടെ കൊണ്ടുപോകുന്നത്? ഞാൻ അതുകൊണ്ട് ഇനി കാണാൻ. അവന് ഭയങ്കര നടുവേന. അവിടെ തൊടുപുഴ ആയിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഇവൻ എന്തോന്ന് ഇതില്ലേ പ്രൈം മിനിസ്റ്റർ മോദിയുടെ എന്തോ ഫേസ്ബുക്കിൽ കൊടുത്തു എന്നും പറഞ്ഞ് ഇവൻ BJP ആണെന്ന് പറഞ്ഞ് അവിടുത്തെ സൂപ്രണ്ട് കുനിച്ച് നിർത്തി ഇടിച്ചു. അപ്പോൾ അവന് അന്ന് മുതലേ വേദന, ഇപ്പോഴും വേദന. രാഷ്ട്രീയ പാർട്ടിയിൽ അല്ല, ഞങ്ങള് പാരമ്പര്യമായിട്ട് ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ കോൺഗ്രസ്സാണ്. ഞങ്ങള് BJP ഒന്നും ആയിട്ട് അല്ല. പക്ഷെ അതല്ല, അവ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അവനെ BJP ആക്കി. അതായത് ശിക്ഷ ജയിലിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹ മാധ്യമം. അതൊരു ഒരാൾ നല്ല കാര്യം ചെയ്താൽ പോസ്റ്റ് ഇട്ട ആ പാർട്ടി ആവുമോ? ആയാൽ തന്നെ എന്താ കുഴപ്പം?
അപ്പം അതുവരെ അവനൊരു ചായവോ ഒന്നുമില്ല. കുടുംബപരമായിട്ട് ഞങ്ങൾ കോൺഗ്രസ്. എൻ്റെ അണ്ണനൊക്കെ ഭയങ്കര മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ അഞ്ജനയുടെ വീട്ടുകാരും ഭയങ്കര മാർക്സിസ്റ്റ് പാർട്ടി. നമുക്ക് അതിലേക്ക് വരാം. അവിടെ നിന്ന് എപ്പോഴാണ് പിന്നീട് തിരുവനന്തപുരത്ത് എത്തിയത്? ജയിലിൽ ഞാൻ പറഞ്ഞില്ലേ, കോടതി ഓർഡറോടെ കൊണ്ടുവന്നു. പിന്നെ ഇവിടെ തന്നെ പിന്നീട് ട്രീറ്റ്മെന്റ് പർപ്പസ് അരുണിനെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അതെന്തിനായിരുന്നു? എത്ര ദിവസമായിരുന്നു? അത് 24 കോടതി, തൊടുപുഴ കോടതി ഒരു ഓർഡർ ഇട്ടുവന്ന് ഇവനെ മാനസിക ടെസ്റ്റ് ചെയ്യണമെന്ന്. ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഒരു ദിവസം അരുണിനെ കാണാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവ അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു എന്താന്ന്, എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവന് ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി മാനസികാരോഗ്യം കൊണ്ടുപോയിരിക്കുന്നു, ഒന്ന് കോടതി ഓർഡർ അവിടെയെന്ന്. അപ്പം ഞാൻ നിർബന്ധിച്ചൊരു ലെറ്റർ മേടിച്ചു, എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ജയിൽ അതോറിറ്റീസ് എനിക്കൊരു ലെറ്റർ തന്നു. അവനെ കാണാനുള്ള പെർമിഷൻ ഹോസ്പിറ്റലിലേക്ക് തന്നു. ഞാനവനെ ചെന്ന് കണ്ടു. അവനവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞേടാ, ജയിലുകാർ പറഞ്ഞ് 2 ദിവസമാണെന്ന്. അപ്പം മോനെങ്കിൽ ഇവിടെ വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് അവനെ വിട്ടില്ല. പിന്നെയും ഞങ്ങൾക്ക് അവനെ കാണാൻ പോയി. കാണാൻ പോയപ്പോഴത്തേക്ക് അവരെന്നെ കാണിക്കില്ല എന്ന് പറഞ്ഞു. ആശുപത്രി അധികൃതർ പറഞ്ഞു സൂപ്രണ്ട് ഒരു ലേഡി കുഴപ്പമില്ലാത്തായിരുന്നു, വേറെ ഇവരെ നോക്കുന്ന ഒരു ജെൻസ് ഒരു ഡോക്ടർ. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ കടുത്ത പാർട്ടിക്കാരനാണെന്ന്. അവനെ കാണാനേ ഇടാന്നില്ല, എന്നെ ഒരുമാതിരി ചീത്ത പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടെങ്കിൽ പോന്നു, കാണാൻ പറ്റിയില്ല. അങ്ങനെ അവനെ 20 ദിവസം കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഈ ടെൻഷൻ കൊണ്ട് ഞാനും ഹോസ്പിറ്റലൈസ്ഡായി. എന്നിട്ട് 20 ദിവസം കഴിഞ്ഞാണ് അരുണിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. തിരിച്ചു കൊണ്ടുപോകുന്നത്. ഈ 2023 മറ്റോ അരുണിന് ഒരു 48 മണിക്കൂർ ജാമ്യം കിട്ടിയിരുന്നു. 22 ഞാൻ വെന്റിലേറ്ററിലൊക്കെ കിടന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അസുഖം വിട്ട് മാറിയിട്ടില്ല. ഇവിടെ വന്ന് SK ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അപ്പം അവിടെ അരുൺ വന്ന് കണ്ടിട്ട് പോയി. അപ്പോൾ അവൻ വിയ്യൂരായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന് 48 hours ആദ്യം സാക്ഷനായി. അപ്പോൾ തിരിച്ച് എന്നാൽ തൊടുപുഴ ചേർന്ന് അവൻ പറഞ്ഞു ഇവിടെ പോയാൽ മതി. 42 hours ആയിട്ട് ചുരുക്കി. അങ്ങനെ വന്നതാ. തൊടുപുഴ കോടതിയിൽ നിന്ന് കിട്ടിയതാ. പിന്നീട് അരുണിന് ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ തന്നെ അരുണിനെതിരെ ജയിലിൽ വെച്ച് കഞ്ചാവ് പിടിച്ചു എന്നുള്ളൊരു കേസുണ്ടായി. അതോടൊപ്പം തന്നെ അഞ്ജനയും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് അഞ്ജനയോടൊപ്പം അരുൺ ജീവിക്കുമ്പോൾ അരുൺ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ മൊഴി അഞ്ജന 4-5 വർഷം മുമ്പ് തന്നെ ഈ സംഭവം നടന്ന സമയത്ത് പോലീസിന് കൊടുത്ത മൊഴിയാണ്. അതിലും കേസെടുത്തിട്ടുണ്ട്. എന്താണ് അതേക്കുറിച്ച്? കാരണം ഈ മോന് 7 days ബെയിലിന് കൊടുത്തിരിക്കുകയായിരുന്നു ഹൈക്കോർട്ടിൽ. അപ്പോൾ കിട്ടുമെന്നൊക്കെ ആയപ്പോഴത്തേക്കാണ് ജയിലിൽ കഞ്ചാവ് യൂസ് ചെയ്തിട്ടേ ഇല്ല, കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. അപ്പോൾ എന്നോട് അവളെ പറഞ്ഞു, അമ്മ ഇത് പെറ്റി കേസാണ്, 5000 രൂപ കൊടുത്താൽ റിലീസാവും. പക്ഷെ അങ്ങനെ റിലീസാക്കണ്ട, എന്നെ സ്ഥിരം ഇങ്ങനെ ആക്കിക്കളയും, അതുകൊണ്ട് കേസാവട്ടെ എന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ശരി, അവനാണ്, എനിക്ക് ഇതിനിപ്പോൾ കേസിനെ പറ്റിയൊന്നും ഒരു വിവരമില്ല. അപ്പോൾ കേസെടുത്തു. ട്രിവാൻഡ്രം കോർട്ടിലുണ്ട്. അപ്പോൾ എടുത്തപ്പോഴത്തേക്ക് അപ്പോൾ അവൻ ഒരു അഡ്വക്കേറ്റിനെ വെച്ചിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് അവസാനം വന്നില്ല. ആരെ അഡ്വക്കേറ്റിനെ വെച്ചാൽ ഇവർ പറഞ്ഞ് മാറ്റിക്കളയും. അപ്പോൾ അതായത് നിങ്ങൾ ഫീസ് കൊടുത്ത് വെക്കുന്ന അഡ്വക്കേറ്റ്മാരും ഈ കേസിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, വന്നില്ല. അപ്പോഴത്തേക്ക് അരുൺ കോടതി പറഞ്ഞു, ഞാനൊന്നും പോയിട്ടില്ല, കോടതി പറഞ്ഞു മാഡം ഞാൻ അമ്മ ഒരു അഡ്വക്കേറ്റിനെ വെച്ചതാ, പക്ഷെ വന്നില്ല, ഞാൻ പറഞ്ഞാൽ മതി ഒന്ന് പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് 40 വയസ്സാണ്, 40 കൊണ്ടാണ് 40. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, വലിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഒരു ബെയിലിനൊക്കെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്കെതിരെ ഇങ്ങനെ ചെന്ന് അന്ന് തന്നെ അവന് ബെയിൽ കൊടുത്തു. അപ്പോൾ പറഞ്ഞു അപ്പോൾ മാഡം വാക്കാലാണേ അവിടെ പറഞ്ഞു ഇങ്ങനെ ജയിലിലൊക്കെ ഇങ്ങനെയൊക്കെ കേസ് എടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്ന് തന്നെ അരുണ് ബെയിൽ കൊടുത്തു. അല്ല, കംപ്ലീറ്റ് ബെയിലാ, എത്ര ദിവസത്തേക്കെന്നല്ല, ബെയിൽ കൊടുത്തു. അതങ്ങനെ കിട്ടി. പക്ഷെ ആ സമയത്താണ് തൊടുപുഴ അഞ്ജന കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതായത് അഞ്ജന കൊണ്ട് കൊടുത്ത കേസ്, അതായത് 5 വർഷം മുമ്പ് 4.5 വർഷം മുമ്പ് അരുൺ അഞ്ജനയോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ അഞ്ജനയെ അരുൺ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജന 5 വർഷങ്ങൾക്കിപ്പുറം, അതായത് അരുൺ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തന്നെ
ഒരു കേസ് കൊണ്ട് കൊടുക്കുകയും ആ കേസിനെതിരെ FIR ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ കാര്യം, അതായത് തന്നെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നുള്ള കാര്യം അഞ്ജന ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ പോലീസിന് മൊഴിയായി കൊടുത്തതാണ്. അപ്പോഴൊന്നും കേസെടുക്കാത്ത പോലീസാണ് 5 വർഷങ്ങൾക്ക് ഇപ്പുറം അഞ്ജന ഒരു പരാതി കൊണ്ട് കൊടുത്തപ്പോൾ അരുണിനെതിരെ കേസെടുത്തത്. അപ്പോൾ അത് ഈ 2 കേസ് FIRകൾ വന്നതോടുകൂടിയാണോ അരുണിന് വീണ്ടും ജാമ്യം നിഷേധിക്കപ്പെട്ടത്? ജാമ്യം കിട്ടി, 7 days ബെയിൽ കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്. അല്ല, പിന്നെ പരോൾ കിട്ടണ്ടേ? അതായത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോക്സോ കേസിൽ പരോൾ കൂടെ കിട്ടിയാലല്ലേ പുറത്തിറങ്ങാൻ പറ്റൂ? എല്ലാ കേസിനും ജാമ്യം കിട്ടി, 302-ന് 7 days ബെയിലും കിട്ടി ഹൈക്കോടതിയിൽ നിന്ന്. പക്ഷെ പരോൾ കിട്ടണമല്ലോ. ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അവരെ 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. എന്താണ് കാരണമായി പറഞ്ഞത്? അല്ല, അവന് കൊടുക്കാൻ പറ്റൂല, അവൻ അങ്ങനെ കുറേ റീസൺസ് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതൊന്നും പറയുന്നത് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഫേക്ക് ആണെന്നൊക്കെ അങ്ങനെ എന്തോന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവർ തരില്ല മോനെ. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല, തരില്ല എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തു, തന്നില്ല. പിന്നെ അതാണ് 2024 അത് പറയട്ടെ, 2024 അരുൺ തൊടുപുഴ കോടതിയിൽ ഒരു ബെയിലിന്, ഹൈക്കോടതി കൊടുക്കണമെങ്കിൽ 23-ലല്ലേ നേരത്തെ മേടിച്ചത്, തൊടുപുഴ കോടതിയിൽ ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ബെയിലിന് അപ്ലൈ ചെയ്തു. ദാറ്റ് വാസ് റിജക്റ്റഡ്. അപ്പോൾ അതെന്താണെന്നറിയോ, 2022 അരുൺ ശിക്ഷിച്ചപ്പോൾ തന്നെ അവന് മനസ്സിലായി എനിക്ക് കേസ് പഠിച്ചേ പറ്റുള്ളൂ എന്നും. മലയാളം അറിഞ്ഞൂടാത്തതിൻ്റെ കുഴപ്പമില്ലേ. അപ്പോൾ അവൻ തന്നെ അവൻ തന്നെ കോടതിക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തരണമെന്ന് പറഞ്ഞാൽ 2022 ഏത് കോടതിയിലാണ്? തൊടുപുഴ കോടതിയിൽ. അപ്പോൾ അത് 24-ൽ വീണ്ടും റിമൈൻഡ് ചെയ്തു. അതായത് ഈ 23-ൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹർജിക്ക് ഒരു 22-ൽ കൊടുത്തിട്ടുള്ള 2022-ൽ കൊടുത്തതിന് ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ 24-ൽ വീണ്ടും കൊടുത്തിട്ട് എന്നിട്ട് ആ ജഡ്ജ് മാറിപ്പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അരുൺ ആനന്ദിന് വായിക്കാൻ അറിയില്ല എന്ന മലയാളം ലിറ്ററാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടിട്ട് പോയി. അദ്ദേഹം പോകാൻ നേരത്തെ ഓർഡർ ഇട്ടിട്ട് പോയി. അതേതായാലും ആ ഓർഡറിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അപ്പോൾ കോപ്പിയുണ്ട്. അപ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റിനെ തൊടുപുഴ വെച്ചല്ലോ ബെയിലിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 13 പേജ് ഇതിൻ്റെ കേസ് ഡീറ്റെയിൽസിൻ്റെ എന്താണ് പറയുന്ന പ്രോസിക്യൂഷൻ റിപ്പോർട്ട്സ് കൊടുത്തിട്ട് നമ്മളത് അറിയുന്നില്ല. ഒടുവിൽ അരുൺ വിളിച്ച് ചോദിച്ചു, സാറേ എന്തെങ്കിലും റിപ്പോർട്ടുള്ള 13 പേജുള്ള തന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഫോർവേഡ് ചെയ്തു. അത് 13 പേജേ ഉള്ളൂ? 13 പേജേ ഉള്ളൂ. അല്ല, മൊത്തം എത്ര പേജുണ്ട്? 1000-ഓളം പേജ് ഉണ്ടെന്നാണല്ലോ. അതെ. അപ്പോൾ എന്നിട്ട് 13 പേജേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരുൺ വീണ്ടും തൊടുപുഴയ്ക്ക് കൊടുത്തു, എനിക്ക് ഫുൾ പേജ് വേണം, എനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് നിരന്തരം അരുൺ പോകുമ്പോൾ ഓരോ പെറ്റീഷനും കൊണ്ടാണ് പോകുന്നത് അവിടെ. പിന്നെ ഞാൻ വഴിയും പെറ്റീഷൻ അയക്കും. അപ്പം എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് അവിടെ ബെയിലിന് 24-ൽ കൊടുത്തപ്പോഴേ പുഷ്പയുടെ പെറ്റീഷൻസ് ആണല്ലോ അവിടെ കിടക്കുന്നതെല്ലാന്നും മനസ്സിലായോ. നിരന്തരം എഴുതിയിട്ട് മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ എന്തായാലും മുഴുവൻ പേജുകളടങ്ങിയ ട്രാൻസ്ലേറ്റഡ് കോപ്പി വരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു കാര്യം പറയണം, 24-ൽ അരുൺ ഇവിടെ റിജക്റ്റ് ചെയ്തപ്പോൾ ഹൈക്കോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് അപ്പം നമുക്ക് കോൺഫിഡൻറ്റാണ്, നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതൊക്കെ കാണിച്ചു, 13 പേജേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞ് നമ്മൾ ബെയിലിന് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ബെയിൽ റിജക്റ്റ് ചെയ്ത വിചിത്രമായ ഓർഡറാണ്. 16 പേജാണ്. എന്താണെന്നറിയോ, അത് പറഞ്ഞിരിക്കുന്നത് അരുൺ ഈസ് പ്രൊട്രാക്ടിങ് ദ കേസ് എന്ന് പറഞ്ഞാൽ അവന് ഫുൾ കേസ് ഡീറ്റെയിൽസ് എല്ലാം എന്താ പറയുക പ്രോസിക്യൂഷൻ റിപ്പോർട്ട്സും കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടാണ് അവൻ കേസ് മാറ്റി വെക്കാൻ വേണ്ടി നോക്കുന്നത്. അതായത് ഇത് ട്രാൻസ്ലേറ്റഡ് കോപ്പി ആവശ്യപ്പെട്ടത് കേസ് നീട്ടി വെക്കാനുള്ള അരുണിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് കൊടുത്തു. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ട്രാൻസ്ലേറ്റഡ് കോപ്പി അരുൺ ഇങ്ങനെ ആവശ്യപ്പെട്ടത്, അതിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത് കേസിന്റെ വിചാരണ നീട്ടിവെക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത്. അത് 22-ലാണ് അവ അപ്ലൈ ചെയ്തേ. ഓർഡർ 24-ലേ വന്നുള്ളൂ. അവന് പോക്സോക്ക് ശിക്ഷിച്ച ഉടനെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ 13 പേജ് കൊടുത്തു എന്നിരിക്കട്ടെ, ഈ കൊടുക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ട് ജയിൽ വിലാസത്തിലല്ലേ കൊടുക്കുന്നത്? അല്ല, എനിക്ക് എൻ്റെ അഡ്വക്കേറ്റ് അയച്ചു തരിക ചെയ്തേ. അഡ്വക്കേറ്റിന്റെ കൈവശമാണോ കൊടുത്തത്? അഡ്വക്കേറ്റ് എനിക്ക് അയച്ചു തരിക ചെയ്തേ.
അഡ്വക്കേറ്റിന് അറിയാമല്ലോ 1000 ഇത്രത്തോളം പേജ് ഉണ്ടെന്നുള്ള അഡ്വക്കേറ്റിന് അറിയാമല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? അഡ്വക്കേറ്റ് അതൊരു വിചിത്രം, മേടിച്ചിട്ട് കിട്ടിയെന്ന് പോലും ഞങ്ങളോട് അറിഞ്ഞില്ല. അരുൺ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടിയെന്ന്, ഇത്ര പേജാണെന്നും പറഞ്ഞു എനിക്ക് അയച്ചു തന്നു. 13 പേജുകൾ മാത്രമാണ് അയച്ചു തന്നു. ഇതുവരെ ട്രാൻസ്ലേറ്റഡ് കോപ്പി കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഇപ്പോൾ ഒരു മാസം മുമ്പ് അരുൺ കോടതിയിൽ പോയപ്പോഴത്തേക്ക് അതിൻ്റെ പ്രോസിക്യൂഷൻ റിപ്പോർട്ട്സ് കുറച്ച് ഭാഗം കിട്ടി. മറ്റത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കിട്ടിയ മറുപടി. ഞാൻ RTI ആക്ട് പ്രകാരം അത് 2024 കാര്യം പറയാനുണ്ട് എനിക്ക്. അപ്പോൾ 24 റിജക്റ്റ് ചെയ്തില്ലേ, ആ റിജക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഫുൾ റെക്കോർഡ്സ് കൊടുത്തു. ആരാ? തൊടുപുഴ പോലീസ് DYSP റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, എല്ലാം കൊടുത്തു എന്ന്. അതുപോലെ തൊടുപുഴ കോടതിയിലെ PP റിപ്പോർട്ട് കൊടുത്തു. എന്താ ഫുൾ പ്രോസിക്യൂഷൻ റിപ്പോർട്ട്സ് കൊടുത്തു. അതുകൊണ്ട് കോടതിയും കൊടുത്തു, എല്ലാം തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവനാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്നുള്ള ഇതിൽ ഇവന് ഇനി ഒരിക്കലും ബെയിൽ കിട്ടല്ലേ എന്ന് പറയാണ് 16 പേജ് ഓർഡർ എന്താ നോട്ടിഫൈ, എനിക്കറിയില്ല എന്താ സ്പെഷ്യലായിട്ട് എന്താ നോട്ടിഫൈ ചെയ്തു എന്ന് അഡ്വക്കേറ്റ് എന്നോട് വിളിച്ച് പറഞ്ഞു. ഈ ഇടക്കാലത്തൊന്നും ജാമ്യം കിട്ടരുത്, അങ്ങനെ 16 പേജ്. പക്ഷേ എനിക്ക് എൻ്റെ വിവരം അതിന് മുമ്പ് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് ഒരു അഡ്വക്കേറ്റിനെ വെച്ചിരുന്നു. അപ്പം എന്നാൽ ഈ ഓർഡർ കണ്ടാൽ കിട്ടൂലെന്ന് അറിയാം. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടും എല്ലാം കൂടെ അതും പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ അയച്ചു കൊടുത്തു. അപ്പോൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിന് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു ബെയിലിനാണെങ്കിൽ ഒരു സീനിയർ അഡ്വക്കേറ്റിനെ കൂടെ വെക്കണം, അതിന് 1 ലക്ഷം രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. എത്ര രൂപ അവിടെ കൊടുത്തു? അതിപ്പോൾ പറയണോ മോനെ? ശരി, വേണ്ട. അപ്പം ഞാൻ 1 ലക്ഷം രൂപ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അരുൺ അറിഞ്ഞില്ല. അപ്പം ഞാൻ എന്നെ ഏർപ്പാട് ചെയ്ത ആൾ, അവരും കള്ളത്തരമൊന്നും അല്ല. എന്നോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനില്ലാത്ത പൈസ ഉണ്ടാക്കി 1 ലക്ഷം കൂടെ അയച്ചു കൊടുത്തു. പക്ഷെ എന്താണെന്നറിയാം, അവർക്ക് എന്നെ അറിയാം ഈ ഓർഡർ കിട്ടിയാൽ കൊണ്ടുപോയാൽ കിട്ടൂലെന്ന്. എന്നിട്ടാണ് 1 ലക്ഷം രൂപ മേടിച്ചത്, മനസ്സിലായ? എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അന്നേരം തന്നെ റിജക്ട് ചെയ്തു. ഹൈക്കോടതി പറയുന്നതിൽ കൂടുതൽ ഇവിടെ ഒന്നും പറയാനില്ലെന്ന് സുപ്രീം കോടതി റിജക്ട് ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് എന്നിട്ട് ബെയിൽ ഇതിന് കൊടുത്തിരുന്നു, ഏതാ സെന്റൻസ് സസ്പെൻഷനാ. അതിപ്പോ ഈ 10 ദിവസം മുമ്പ് റിജക്ട് ചെയ്തു. 6 വർഷം 6.5 കൊല്ലമായി. 15 കൊല്ലം ശിക്ഷിച്ചാലും 1 തേർഡായ കിട്ടുമെന്നാണ് എന്നോട് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത്. അപ്പം ഇതെന്ത് കാരണത്തിലാണ് റിജക്റ്റ് ചെയ്യുന്നത്? സുപ്രീം കോടതിയിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് ആക്കിയതാ, കിട്ടുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. അഡ്വക്കേറ്റും എന്നെ വിശ്വസിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കും കിട്ടുമെന്നാണ് വിചാരിച്ചത്. പ്രതീക്ഷ അങ്ങനെയായിരുന്നു. ലക്ഷങ്ങൾ ഞാൻ ചെലവാക്കി 2 കേസിനും കൂടെ സുപ്രീം കോടതിയിൽ. അതായത് ഇപ്പോൾ അരുണിന്റെ ജീവൻ അപകടമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, അയ്യോ 100%. അതുകൊണ്ട് പേടിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഭീഷണിയുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ അവൻ്റെ കാര്യം നോക്കാൻ. അപ്പോഴും ഭീഷണി ഉണ്ടെങ്കിലും ഞാനിപ്പോൾ വന്നത് അവൻ അവിടെ ഇട്ട് കൊന്നളയും. ഇനി ജോണുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ആരാണ് ജോൺ? എന്താണ് കേസ്? അത് ജോൺ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് അരുണിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അരുണിൻ്റെ കാറൊക്കെ കേടാകുമ്പോൾ അവൻ്റെ ബൈക്കിലാണ് അവൻ കൊണ്ടുവിടും. അപ്പോൾ അവൻ അവിടെ ഒറ്റയ്ക്കെങ്ങാണ്ട ലോഡ്ജിലാണ് താമസിക്കുന്നത്, ജോൺ. അപ്പോൾ എന്നോടൊരു അമ്മ അവൻ ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കുന്നത്, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടും. അങ്ങനത്തെ അറിയാമെന്നുള്ള പയ്യനാ, ഇങ്ങനെ അറിയാം. അപ്പോൾ എന്നിട്ട് അവനെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നെ അരുൺ ഈ കുട്ടിയെ കൊണ്ട് പോയതിന് ശേഷം എനിക്കൊരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ. പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇവർക്കൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു, അഞ്ജനയും അരുണും കൂടെ, ബിജുവിൻ്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടെ ഇവനെ എന്തോ ജോലിക്ക് വിളിച്ചു വന്നു, ജോണിനെ വിളിച്ചു. എന്തോ അവിടെ തർക്കമോ എന്താ പൈസ എന്താ എനിക്ക് അറിയില്ല. എന്തോ കാരണം പറഞ്ഞാൽ ഇവൻ അവിടെ നിന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ പോയി, പ്രശ്നമൊന്നുമില്ല, അവൻ പോയി, എല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഈ 3 നോട്ട് കേസൊക്കെ വന്ന് പോക്സോയും ചേർത്തതിന് ശേഷം തൊടുപുഴ പോലീസ്, കാരണം അവൻ ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അരുണിൻ്റെ വേറെ ഫ്രണ്ട്സ് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഈ ജോൺ അവിടെ അരുണിനെതിരെ വേറെ കേസ് കൊടുത്തെന്ന് കേട്ടോ, എന്താണ്? അപ്പം പറഞ്ഞു ആൻറ്റി അത് ആ ജോണിനെ വിളിച്ച് വരട്ടി, ഞങ്ങൾ വരട്ടി. അല്ല, ഇത് ഫ്രണ്ട്സ് കുട്ടനാടത്തുള്ള വരട്ടി. എടാ നീ എന്തിനാടാ അവനെതിരായിട്ട് ഇങ്ങനെ കേസ് കൊടുത്തത് എന്താണ്?
അപ്പോൾ പറഞ്ഞു, എടാ എനിക്ക് വേറൊരു കേസുണ്ട്, അത് വെച്ചിട്ട് തൊടുപുഴ പോലീസ് എന്നെ വിളിച്ച് ബിരിയാണിയൊക്കെ മേടിച്ചെന്ന് എല്ലാം ആരായിരുന്നു ആ ഉദ്യോഗസ്ഥൻ? അഭിലാഷ് ഡേവിഡ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ശേഷം അവരെ എന്നെ ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്ററിൽ ഒപ്പിടാൻ വേണം. പറഞ്ഞു ഇല്ല അവനെ എനിക്ക് അറിയാമെന്നുള്ളതാ, എനിക്ക് തിരുവനന്തപുരത്തൊക്കെ പോകേണ്ടതാ, ഞാൻ ഒപ്പിടൂലെന്ന്. അപ്പോൾ നിനക്ക് വേറെ കേസുള്ള കാര്യം ഞങ്ങൾക്കറിയാം, ഒരു നല്ല കേസ് കൂടെ ഇവിടെ എടുക്കും, അത് വേണോ നീ ഒപ്പിടുന്നോന്ന് ചോദിച്ചു. അവൻ ഒപ്പിട്ടു. അങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അമ്മ അവ എപ്പോഴാണോ പിൻവലിക്കുക, അപ്പോൾ അങ്ങനെ പിൻവലിക്കാൻ പറ്റൂല എന്നും പറഞ്ഞു. അങ്ങനെ ഈ 1 വർഷം മുമ്പ് അവനെന്താ അസുഖം, അവൻ മരിച്ചുപോയി. ജോൺ മരിച്ചുപോയി. അതും അവന്റെ ഫ്രണ്ട്സാണ് പറയുന്നത്. അരുണിന്റെ പേരിൽ ജയിലിൽ ചെന്നതിന് ശേഷം അവനെ കൊല്ലാൻ നോക്കിയെന്നു, ജോണിനെ കൊല്ലാൻ നോക്കിയെന്ന്. പിന്നെ 2019 അതായത് ഈ അരുൺ ജയിലിലായതിനു ശേഷം അമ്മയുടെ സഹോദരനായ ND ബാബു അരുണിനെതിരെ ഒരു കേസ് കൊടുത്തു. എന്താണത്? അത് ഇവരുടെ അണ്ണനും അവൻ്റെ ഫ്രണ്ട്സ് എന്താ കൂടെ കുറച്ച് പൈസ കളക്ട് ചെയ്ത് ഈ 2 കുട്ടികൾക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് മരണത്തിന് ശേഷം ബിജു മരിച്ചതിന് ശേഷം മുട്ടട ഫെഡറൽ ബാങ്കിലാണ്. അരുൺ ഫെഡറൽ ബാങ്കിൽ 3 വർഷം ജോലി ചെയ്തതാണ്. അവിടെ ഇവിടെ ആയിട്ട് മലപ്പുറത്തും ഹസനിലും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് മുട്ടട ഇവൻ ആ കാർ ഓടിച്ച് കൊണ്ടുവന്നത്. അവള് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് അവളെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരുത്തിയത്. അരുണാണ് കൂടെ കൊണ്ടുപോയത്. അതായത് ബിജുവിന്റെ മരണശേഷം ബിജുവിന്റെ സുഹൃത്തുക്കൾ ബിജുവിന്റെ മക്കൾക്ക് വേണ്ടി കളക്ട് ചെയ്ത പൈസ ബിജുവിന്റെ മൈനറായ മക്കളുടെ പേരിൽ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു. അത് അഞ്ജന വിഡ്രോ ചെയ്തു. അഞ്ജന ലെറ്റർ എഴുതി കൊടുത്തിട്ട് അവളുടെ അക്കൗണ്ടിലേക്കാണ് വിഡ്രോ. അതിന് തെളിവുണ്ടോ? ബാഗ് തന്നെ ഉണ്ടല്ലോ, ഡോക്യുമെന്റ്സ് ഒക്കെ. അരുണിന് യാതൊരു മനസ്സറിവുമില്ല. അരുൺ കൂടെ കൊണ്ടുപോയി. അത് പറയുന്നേ അരുൺ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് എല്ലാം ഇൻസ്റ്റിഗേഷനാ, മനസ്സിലായ എടുത്തത്. അതുകൊണ്ട് 1-ാം പ്രതി അഞ്ജനയും 2-ാം പ്രതി അരുണുമാണ്. അങ്ങനെ ഒരു FIR കൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേസെടുക്കലോടെ എടുക്കല. ഇപ്പൊ എല്ലാം കൂടെ 7 കേസുണ്ട് ജയിലിലായതിനു ശേഷം. 3 കേസല്ലേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3 കേസിൽ 2019 രണ്ട് കേസ്, പിന്നെ ജോണിന്റെ. അതെ, 2019 ശേഷം അരുൺ ജയിലിൽ പോയതിന് ശേഷമാണ് ഈ ബാക്കി കേസുകൾ. ഒരു കേസേ ഉള്ളൂ, 302 മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. 28/3 പോക്സോ 31 ചേർത്തുന്നേ. അതെ, 2019 ഈ കുട്ടി മരണപ്പെടുമ്പോഴാണ് 302 കൊലപാതക കുറ്റം അരുണിന്റെ മേൽ ചുമത്തുന്നത്. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പോക്സോ കേസ്. അതിന് പിന്നാലെ 5 കേസുകൾ കൂടി ഒന്നിന് പിറകെ ഒന്നായി അരുണിന്റെ മേൽ ചാർജ് ചെയ്യപ്പെടുന്നു. ഈ താൻ ജയിലിൽ പീഡനത്തിന് ഇരയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ കോടതിയെ സമീപിച്ചിട്ടില്ലേ? അതെ, ACGM കോർട്ടിൽ 2 പെറ്റീഷൻ അവൻ തന്നെ എഴുതി. അഡ്വക്കേറ്റ് ഒന്നുമല്ല, അവൻ തന്നെ എഴുതി കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ 2 കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കഞ്ചാവ് കേസ്, അങ്ങനെ 3 കേസ് ACGM ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കൊടുക്കാൻ, അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സിന് ഇവിടെ വെച്ച് ഇവനെ തട്ടിക്കളയും എന്തെങ്കിലും പറഞ്ഞാൽ. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ് എൻ്റെ മൊഴിയൊക്കെ കൊടുക്കണ്ട. അപ്പോൾ പറഞ്ഞു, സാറേ എന്നെ ഇവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്നെ തീർത്ത് കളയും, ഇപ്പം തന്നെ എനിക്ക് പേടിയാണ്. അരുൺ എനിക്ക് എഴുതി തന്നത് എൻ്റെ മോളോട്, അമ്മ ഇതിൻ്റെ നിജസ്ഥിതി അറിയണം, ഒരു മോളുണ്ട് ഡൈവോഴ്സായെങ്കിലും ആ മോൾ അറിയണം ഞാൻ പോക്സോയിലോ കേസുകാരനല്ലെന്ന്. അതവർ കോർട്ടും പറഞ്ഞു. അപ്പോൾ കോർട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, എൻ്റെ പാർട്ടിയാണ് സാറേ, ഈ പോക്സോ ഞാൻ മനസ്സാവാതെ അറിയാത്തതാണ്, അവർ കുക്ക് ചെയ്തതാണ്. അപ്പോൾ സാറ് പറഞ്ഞ് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പോക്സോ എന്നുള്ള ലേബൽ മാറ്റിത്തരണം, അതാണ് അവൻ റിക്വസ്റ്റ് ചെയ്തത്. എന്നിട്ടാണ് പോക്സോ കേസെന്നും പറഞ്ഞ് 15 വർഷം ശിക്ഷിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഭീഷണിയുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ അവൻ്റെ കാര്യം നോക്കാൻ. അപ്പോഴും ഭീഷണി ഉണ്ടെങ്കിലും ഞാനിപ്പോൾ വന്നത് അവനെ അവിടെ ഇട്ട് കൊന്നുകളയും. കോടതി ജഡ്ജി പറഞ്ഞത് താക്കീതെന്നു. ഇത് മൈതാനമല്ല, കോടതിയാണ്, മേലാൽ ഇതൊന്നും ഇവിടെ വിളമ്പല്ലേ എന്ന് പറഞ്ഞത്. അപ്പം അരുൺ ചോദിച്ചു, സാറിന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വരട്ടിയോ? അതോ വല്ല പൈസ? അങ്ങനെയല്ല, നമ്മൾ എന്തോ ചോദിക്കാനാ, മനസ്സിലായ? ഈ തെളിവ് കൊടുത്തില്ല, ഈ സത്യമൊക്കെ വെളിച്ചു വെച്ച് വരും. പോക്സോ കേസ് എല്ലാം സത്യം വെളിയിൽ വരൂലേ? അവനെ വെറുതെ അല്ലേ ശിക്ഷിച്ചിട്ടിരിക്കുന്നേ? 6-6.5 കൊല്ലമായി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ? അതെല്ലാം വെളിയിൽ വരൂലേ മോനെ?